ടൈം ആയിട്ടുണ്ട് ഈ ആഴ്ചയിലെ മൂവി ന്യൂസുകളും അപ്ഡേറ്റ്സുകളും നോക്കാനായിട്ട് ഒരു ലോഡ് ഉണ്ട്. ഇതൊരു നല്ല പരിപാടിയാണ്. ഇങ്ങനെ ഓരോ ന്യൂസുകളും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യേണ്ട പകരം എല്ലാം കൂടി ഒരു വീക്ക്ലി അപ്ഡേറ്റ്സ് പോലെ നമുക്ക് എല്ലാ ആഴ്ചയും ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പോൾ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ന്യൂസ് വരുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്നാണ്. ലോകേഷിൻ്റെ കഷ്ടകാലമാണ്, പറയാതെ വയ്യ. കൂലി ഇറങ്ങിയതിന് ശേഷം കഷ്ടകാലമാണ് പുള്ളിക്ക്. ആദ്യം അമീർ ഖാനുമായിട്ട് പറഞ്ഞു വെച്ച ആ പ്രൊജക്റ്റ് ക്യാൻസലായി. രണ്ടാമത് രജനികാന്തും കമൽഹാസനും കൂടെ ഒന്നിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ലോകേഷ് ഡയറക്റ്റ് ചെയ്യുന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. ആ പ്രൊജക്റ്റ് ഒന്നും ഒഴിവായി. അവസാനം ഇപ്പം കേൾക്കുന്ന ന്യൂസ്, ഒരു അൺകൺഫേംഡ് റൂമേഴ്സ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LCUവിൻ്റെ അടുത്ത സിനിമ കൈദി 2 ആണ് പുള്ളി ഇനി ചെയ്യാനിരുന്നത്. അതും ഇപ്പം മിക്കവാറും ഒരു ക്യാൻസലായി എന്ന് പറയുന്നുണ്ട്. 50 കോടി ചോദിച്ചു എന്നോ അത് കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു എന്നോ അങ്ങനെ എന്തൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ക്രിയേറ്റീവ് ഡിഫറൻസസ് ആണെന്നും വേറൊരു സോഴ്സും പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇതെങ്ങാനും സത്യമാണെങ്കിൽ LCU ഇസ് ഡെഡ് എന്ന് നമുക്ക് ഒഫീഷ്യലി പറയാം. അടുത്തൊരു കാര്യം, ഒരു ഫേക്ക് ന്യൂസിൻ്റെ കാര്യമാണ്. കാന്താരൻ്റെ സെക്കൻഡ് പാർട്ട് ചാപ്റ്റർ 1 ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫേക്ക് പോസ്റ്റർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. എന്തോ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, സിനിമ കാണാൻ പോകുമ്പോൾ കള്ളു കുടിക്കാൻ പറ്റില്ല, സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററൊക്കെ കണ്ടു. ഇത് ആദ്യം കാണുമ്പോൾ കുറച്ചൊരു കോമൺ സെൻസ് ഉള്ളവർക്ക് ഒന്ന് ആലോചിച്ചാൽ കിട്ടില്ല ഇത് ഫേക്ക് ആണെന്ന്. പക്ഷെ പറയാൻ പറ്റില്ല, മറ്റേ സീറ്റ് ഒഴിച്ചിട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ടീംസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് കുറേ പേര് സത്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഓഫ് കോഴ്സ് ഇതൊരു ഫേക്ക് സംഭവമാണ്. കാന്താര പർവ എന്ന് പറഞ്ഞിട്ടൊരു എക്സിൽ ഒരു പേജ് ഉണ്ട്. ഇവരുടെ ഈ കാന്താരൻ്റെ പ്രൊമോഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഫാൻ പേജ് പോലെ. അപ്പോൾ അവർ ഇട്ട ഒരു പോസ്റ്റാണിത്, അല്ലാതെ ഈ ഒഫീഷ്യൽ കാന്താര ടീമായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. അടുത്തത് ജെയിംസ് ഗൺ ഇട്ടൊരു പോസ്റ്റാണ്. സൂപ്പർമാൻ മാൻ ഓഫ് ടുമോറോ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 2027 റിലീസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു ബ്രെയിനിൻ്റെ ഒരു ഇമേജ് ഉണ്ട് അതിൽ, ആ ഒരു ഡ്രാഫ്റ്റിൻ്റെ മെയിൻ പിക്കിൽ. അപ്പോൾ എല്ലാവരും പറയുന്നത് ബ്രെയിനിയാക്ക് കൺഫേംഡ് ആയി, ഇത് ബ്രെയിനിയാക്കിൻ്റെ എന്തോ ഒരു സംഭവം സൂചനയാണ് എന്നൊക്കെയാണ്. സത്യമായിരിക്കും, കാരണം അതിൻ്റെ എല്ലാം കാണുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ സീരീസ് വരുന്നുണ്ടല്ലോ HBO Maxൽ. അപ്പോൾ അതിൻ്റെ ഒരു വാർത്തയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും അടുത്ത വോൾഡമോർട്ട് എന്നാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അത്രയും ഐക്കോണിക് ആയിട്ടുള്ളൊരു വില്ലനാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇവർ കാസ്റ്റ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പുതിയൊരു ഡിസപ്പോയിൻറ്റിങ് ന്യൂസ് വരുന്നത്, വോൾഡമോർട്ടിന് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യുന്നതിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് എന്നാണ്. അതായത് ചാൻസസ് ആർ ദർ വോൾഡമോർട്ട് ഒരു ഫീമെയിൽ ആയിരിക്കും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. JK റോളിങ്ങിന് ജീവൻ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല, പക്ഷെ പറയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇനി ഒരു വെറൈറ്റി വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇനി അങ്ങനെ ആക്കിയാലും ആക്കും.